എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ കറിയാണ്. കറി എന്ന് പറയാനില്ല, പിള്ളേർക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ വലിയൊരു വഴുതനങ്ങ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിഷ് ഫ്രൈ ആകുമ്പോൾ രണ്ടാമത്തെ മോനൊന്ന് പറ്റിക്കുകയും ചെയ്യാം. ആൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂട്യൂബിൽ തപ്പിപ്പിടിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കോൺഫ്ലോർ, ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്നാലും യൂട്യൂബിൽ നോക്കി റെസിപ്പി കണ്ടുപിടിച്ചാലേ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിലിട്ടിട്ട് ഫ്രൈ ചെയ്ത ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ വഴുതനങ്ങ ഫ്രൈ, മീൻ പൊരിച്ച പോലത്തെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് അതങ്ങോട്ട് വെക്കാം. അപ്പോൾ ലഞ്ച് സെറ്റായി. ഇനിയിപ്പോൾ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം വാട്ടാനാണ് ഉദ്ദേശം. അതാകുമ്പോൾ എളുപ്പത്തിൽ കഴിയും. പിന്നെ എനിക്ക് അരി ഭക്ഷണങ്ങളോട് വലിയ താല്പര്യമില്ല, ഉണ്ടാക്കാനും മടിയാണ്, പിന്നെ കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് ഇതാണല്ലോ, അപ്പോൾ അതുണ്ടാക്കി.